നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, നിങ്ങൾ ആരും എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ലെന്നാണോ? അമ്മയ്ക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ? പ്രസിഡന്റ് അനുവിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ എന്ത് താല്പര്യക്കുറവാടാ കാണിച്ചത്? അനുവിന്റെ കാര്യം അനുവിനോട് തന്നെ ചോദിക്കാനല്ലേ ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. പിന്നെ ചിന്തിച്ചപ്പോ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ സ്ഥാനാർത്ഥിയായ അത് എനിക്കും കൂടി ഒരു അന്തസ്സല്ലേന്ന് തോന്നി. എന്റെ ഇപ്പോഴത്തെ മാനക്കേടിനും അതൊരു മറയാവൂ. അപ്പോ ഏട്ടത്തെ കൂടി അറിഞ്ഞുകൊണ്ടാണ് അമ്മയ്ക്കെതിരെ ദയ പോസ്റ്റിട്ടാവുന്ന സംശയമൊക്കെ അമ്മയ്ക്ക് മാറിയോ? എടാ, എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിലും ആ സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അനു ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ. അനു, ദേ, ഇന്ന് അവര് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതിനു മുമ്പ് നീ ഒരു തീരുമാനം പറയണം. എന്റെ തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അമ്മ. എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു താല്പര്യവും ഇല്ല. പിന്നെ ഒരു പഞ്ചായത്ത് ഭരിക്കാനുള്ള യോഗ്യതയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിലൊന്നും കാര്യമില്ല ചേച്ചി. യോഗ്യതയ്ക്ക് അധികാരം കിട്ടുന്നോടെ വന്നോളും. രാഷ്ട്രീയക്കാർക്കിടയിൽ നിന്ന് മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായാൽ മാത്രം മതി. ഇതിപ്പോ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഏട്ടത്തിയുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഏട്ടത്തിക്ക് വിധിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ഏട്ടത്തി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? അതൊന്നും ശരിയാവില്ല സത്യ. രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. എനിക്കിങ്ങനെ സ്വന്തം കുടുംബം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കാനുള്ള മനസ്സൊന്നുമില്ല. കുടുംബത്തിന് അകത്തു നിന്നുള്ള സാമൂഹ്യ സേവനമൊക്കെ മതി. അപ്പോ എനിക്കുണ്ടായ നാണക്കേടിന് എന്താണ് ഒരു പരിഹാരം? ദേ, വേറൊരു സ്ഥാനാർത്ഥി വന്നാ ഞാൻ എങ്ങനെ പുറത്തായി എന്നുള്ള ചോദ്യം വരും. നാട്ടുകാർക്കിടയിൽ ഞാൻ വീണ്ടും പരിഹസിക്കപ്പെടട്ടെ എന്നാണോ നിന്റെ തീരുമാനം? അതൊക്കെ ആളുകൾ ഉടനെ മറക്കും. അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സ്ഥിതിക്ക് ദയ പോസ്റ്റ് ഉടനെ നീക്കം ചെയ്യാനും മതി. ഏയ്, ഇല്ല അനുപമേ, നിന്റെ അനിയത്തി ദയ അത് ചെയ്യില്ല. എന്നെ പുറത്താക്കി വാസന്തിയെ മത്സരിപ്പിക്കാൻ വേണ്ടിയാ ദയ അത് ചെയ്തത്. ദേ, ആ വാസന്തി സ്ഥാനാർത്ഥിയായ അത് സുശീലയുടെ പരാജയമാ. അതിൽ നിന്ന് എന്നെ കരകയറ്റാനുള്ള കടമ നിനക്കില്ലേ അനുപമേ? എന്നെ നോക്കണ്ട. ഞാൻ ഈ കാര്യത്തില് ഒരഭിപ്രായവും പറയില്ല. ഒക്കെ അനുവിന്റെ ഇഷ്ടവും തീരുമാനമാണ്. ഏട്ടത്തി ഒന്നുകൂടെ മനസ്സിരുത്തി ആലോചിക്കും. അമ്മയുടെ അവസ്ഥ കൂടെ ഒന്ന് ഓർത്താ മതി. അതിനുള്ള സമയമൊന്നും ഇല്ല സോനെ. ദേ, തീരുമാനിക്കുന്നെങ്കിൽ ഇപ്പൊ തീരുമാനിക്കണം. അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള യോഗം തുടങ്ങും മുമ്പ് പാർട്ടി ഓഫീസിൽ എത്തുകയും വേണം. മോളെ, നീ നിന്റെ സ്വന്തം അമ്മ പറയുന്നതാണെന്ന് കരുതി ഒന്ന് സമ്മതിക്കും മോളെ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ? എനിക്ക് മത്സരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അമ്മയ്ക്ക് ഞാൻ മത്സരിച്ചേ തീരുന്നാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മത്സരിക്കാം. മോളെ, എന്താ നീ പറഞ്ഞേ? സത്യമാണോ എന്റെ പൊന്നു മോളെ? സന്തോഷായി, എനിക്ക് ഭയങ്കര സന്തോഷായി. എടാ ഇന്ദ്ര, ദേ ഇവിടെ സമ്മതിച്ചു. ഈ ഇലക്ഷന് നിൽക്കാവുന്ന്. അയ്യോ സത്യ, മോളെ സോനെ, അയ്യോ സന്തോഷായി മോളെ. അയ്യോ ഈശ്വര, എനിക്ക് വയ്യ. എങ്ങനെയുണ്ട്? ദൈവമേ,
ഇപ്പൊ തന്നെ പാർട്ടി ഓഫീസിൽ പോണം. അവിടെ പോയി ഇന്ന് തന്നെ പത്രികയും കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓ, എന്തൊരു ആശ്വാസമായെന്നറിയോ. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. അപ്പോ നമുക്ക് ഇനിയും സ്ഥാനാർത്ഥി നിർണയം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ബാക്കി എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളിൽ നിന്ന് തന്നെ ഒരാളെ തെരഞ്ഞെടുക്കാനാണ് മേൽഘടകത്തിൽ നിന്നുള്ള നിർദ്ദേശം. അല്ല പ്രസിഡന്റെ, സുശീലക്കെതിരെ പോസ്റ്റ് ഇട്ടൊരു പെൺകുട്ടിയുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ദയ, എന്റെ അനിയന്റെ ഭാര്യയാ. ആണോ? എങ്കിൽ അവർക്കാ ഇപ്പൊ ഓൺലൈനിൽ ലൈക്ക് കൂടുതൽ. നമുക്ക് അവരെ സ്ഥാനാർത്ഥിയാക്കിയാലോ? അത് നല്ലൊരു ഓപ്ഷനാ പ്രസിഡന്റ്. ദയാണെങ്കിൽ ചെറുപ്പമാ, യുവതലമുറയെ നിർത്തിയാൽ വിജയം ഉറപ്പാ. അവൾ അത്രയ്ക്ക് യുവയൊന്നും അല്ല, ഒരു കൊച്ചിന്റെ അമ്മയും കൂടെയാ. എന്നാലും വാസന്തിയേക്കാളും ഒരു 10 വയസ്സിന്റെ കുറവെങ്കിലും കാണില്ലേ? ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാലോ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല പ്രസിഡന്റ്. അവള് അനുപമയുടെ അനിയത്തിയാ. ചേച്ചി പിന്താങ്ങിയ സ്ഥാനാർത്ഥിയെ അനിയത്തി വെട്ടിയ സ്ഥിതിക്ക് അനിയത്തിക്കെതിരെ നാളെ ചേച്ചി വേറൊരു പോസ്റ്റ് ഇട്ടാ പാർട്ടി വീണ്ടും പ്രതിസന്ധിയിലാവൂലേ? അയ്യോ, എങ്കി വേണ്ട. ഇപ്പൊ തന്നെ ഈ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് പത്രക്കാർ എഴുതിക്കൊണ്ടിരിക്കുക. നാണക്കേടാകുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനം എടുക്കണം. അതാണ് പാർട്ടി നേരത്തെ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി കണ്ടിരുന്നത് ഒന്നുകിൽ വാസന്തി അല്ലെങ്കിൽ സുകുമാരി. ഇതിൽ നിന്നൊരാളെ നമുക്കിപ്പൊ തന്നെ തീരുമാനിക്കണം. പ്രസിഡന്റ്, അത് നീയല്ല പറയണത്. ഞാനാണ് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പിന്നെ എന്നെ ഇവളെ സ്ഥാനാർത്ഥിയാക്കിയ? വേഗം ഇറങ്ങ്. വാ, എല്ലാരും ഉണ്ട്. വാ, നമുക്ക് അകത്തേക്ക് പോകാം. വാ, ചെല്ല്. അങ്ങോട്ട് വരാമോ പ്രസിഡന്റ്? നമസ്കാരം. വാ മോളെ. എന്താ രണ്ടുപേരും കൂടി വീണ്ടും പാർട്ടി ഓഫീസിലേക്ക്? ഞങ്ങള് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോവായിരുന്നു. ഓ, തീരുമാനം ആയില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ ആലോചിച്ച ഈ അനുപമ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറാണ് പ്രസിഡന്റ്. എന്നെ പുറത്താക്കാൻ ചില സ്ഥാനമോഹികൾ മനഃപൂർവ്വം അനുപമയുടെ അനിയത്തിയെ കൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. അതാരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഓ, അതൊക്കെ പോട്ടെ. ഞാൻ പോയാലും എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വരണം പ്രസിഡന്റ്. അല്ലെങ്കിൽ അതെനിക്കിത്തിരി നാണക്കേടാ.